നമ്മുടെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ ട്രസ്റ്റ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രാക്ഷൻ ഫോർ ഫൗണ്ടേഴ്സ് എന്നാണല്ലോ. ഒരേ സമയം ഒരു ഇൻവെസ്റ്ററായും എന്നാൽ ഇൻവെസ്റ്റേഴ്സിനെ മാനേജ് ചെയ്തും പ്രവർത്തിച്ചു പോരുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ന്യൂ ഏജ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചറിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? Okay, first of all, thank you for this opportunity to Media One. കാരണം ബിസിനസ്സുകാർ ഒരുമിച്ച് കൂട്ടി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇവിടെ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയിൽ ഇത്രയും ഒരുപാട് ലേണിങ്ങുകൾ, ഒരുപാട് സെഷൻസുകളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൻഡ് ഈ വേദിയിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്കും ഷെയർ ചെയ്യാൻ പറ്റുന്ന എൻ്റെ പ്രൗഡ് മൊമെൻറ്റിലാണ് ഞാനുള്ളത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ, ശരിക്കും നമുക്ക് കേരളത്തിലിപ്പോൾ നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചറിലോട്ട് നോക്കുന്ന സമയത്ത്, ഇപ്പോൾ കഴിഞ്ഞ സെഷൻസുകളിലൊക്കെ സംസാരിച്ച് വന്നപ്പോൾ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുകയുണ്ടായി. കേരളത്തിലെ മലയാളികളുടെ ഒരു സ്പെഷ്യൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് എ ത്രെറ്റ് ഒരു സൈഡിൽ നോക്കുമ്പോൾ ഒരു സൈഡിൽ പോസിറ്റീവാണ്. നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എപ്പോഴും ലാൻഡ് അല്ലെങ്കിൽ സോളിഡ് അസറ്റ്സ്, ഗോൾഡ്, ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ ഇതിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചറിൽ നിന്ന് ഒരു പാറ്റേൺ സ്വഭാവം കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജനറേഷണൽ വെൽത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ ഫാമിലി എങ്ങനെയാണോ യൂസ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഫാദർ എങ്ങനെയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അവർ ഇൻവെസ്റ്റ് ചെയ്ത രീതിയിൽ തന്നെ നമ്മൾ പോകുന്നു. ന്യൂ ഏജ് ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ക്ലാസ്സുകൾ, അതിലിപ്പോൾ ഈവൻ മ്യൂച്വൽ ഫണ്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും വളരെ താഴെയാണ് നമ്മളതിന് കാണാൻ പറ്റുന്നത്. സോ അതിൻ്റെയും താഴെയാണ് ബിസിനസ്സുകൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളിലോട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് നല്ല പ്രോജക്ട്സുകൾ, സ്റ്റാർട്ടപ്പ്സും ഓൺടർപ്രണേഴ്സൊക്കെ വളർത്തിയെടുക്കുന്ന സമയം നമ്മളിപ്പോൾ ഈ പറയുന്ന പ്രോഗ്രാംസുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് നല്ല നല്ല ബിസിനസ്സുകൾ വളർത്താനും നല്ല നല്ല ബിസിനസ്സുകൾ സ്കെയിൽ ചെയ്യാനും കേരള ടു ഗ്ലോബൽ മോഡൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവർക്ക് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട ക്യാപിറ്റൽ സപ്പോർട്ടിന് പലപ്പോഴും ഇവർക്ക് പുറത്തുള്ള ആളുകളെ ആശ്രയിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ പുറത്തുള്ള നെറ്റ്വർക്ക്സ് ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പോൾ ശരിക്കും കേരളത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ക്യാപിറ്റൽ ഇല്ലാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ മണി ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ശരിക്കും ഇവിടെ ലാക്ക് ഓഫ് ക്യാപിറ്റൽ അല്ല പ്രശ്നം. അവൈലബിൾ ആണ്. പക്ഷേ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കൾച്ചറിൻ്റെ പ്രശ്നമുണ്ട്. നേരത്തെ പാറ്റേൺ ഫോളോ ചെയ്ത് വരുന്ന ലാൻഡിലോട്ടാണെന്നുണ്ടെങ്കിലും, ലൈക്ക് ആ ലാൻഡിൻ്റെ കേസിൽ തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം, അൺപ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ലാൻഡ്സ്, വെറുതെ ലാൻഡുകൾ മേടിച്ചിടുക എന്നുള്ളൊരു കോൺസെപ്റ്റ്, അതിനെ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും. ആൻഡ് കഴിഞ്ഞ ഒരു ഡിക്കേഡ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ് മാർക്കറ്റിൽ വന്നിട്ടുള്ള പ്രൈസ് ഹൈക്കും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അതിൽ NRI മണി ഫ്ലോട്ട് ചെയ്തതിൻ്റെയൊക്കെ റീസൺസ് അതിലുള്ള ഒരു ഫാക്ടേഴ്സാണ്. സോ ലാൻഡ് പ്രൈസ് ഇസ് വെരി ഹൈ. സോ അത് പല ആൾക്കാർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു അസറ്റായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്, ലൈക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ആൾക്ക്. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് ഗോൾഡ്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് ഹൈക്കും ഈ പറയുന്ന ഫാക്ടറിന് ഒരു കാരണമാണ്. ഗോൾഡ് വാങ്ങണോ എന്ന് രണ്ടാമതൊന്ന് ആലോചിക്കുന്ന സിറ്റുവേഷനിലോട്ട് വരും, അല്ലെങ്കിൽ ഉള്ള ഗോൾഡ് വിറ്റ് ക്യാഷ് ആക്കുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസും ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഇനി എന്തെന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ശരിക്കും കേരളത്തിലുള്ള ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഞാൻ സംസാരിക്കുന്നത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ വലിയ സ്കെയിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചല്ല, വളരെ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളുടെ നാട്ടിലുള്ള ക്യാപിറ്റൽ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. സോ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അവിടെ അവർക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കാം. അതിന് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് അവർക്കുണ്ട്. പക്ഷേ ഇതിലോട്ടൊന്നും ഉള്ളൊരു കോൺഫിഡൻസ്, ഇതിലോട്ടൊന്നും ആക്സസ് ചെയ്യാനുള്ള ഒരു ട്രസ്റ്റ്, അല്ലെങ്കിൽ എവിടെന്തോ ഒരു മിസ്സിംഗ് ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. ഒരു ഗൈഡൻസ് അവർക്ക് ലഭിക്കുന്നില്ല അല്ലേ? ഗൈഡൻസ് എന്നതിനപ്പുറത്തോട്ട് ഞാൻ ഈ പറയുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരിലോട്ട് നമുക്ക് എത്തിപ്പെടാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇപ്പോൾ ഡിജിറ്റൽ ഓഡിയൻസ് ആവണമെന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന NRIs ആയിക്കോട്ടെ, ഇവരൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്, അവരുടെ മുന്നിൽ അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല. പിന്നെയുള്ള അവൈലബിൾ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ടിക്കറ്റ് സൈസ് ഭയങ്കര ഹയർ ആയിരിക്കും. ചിലപ്പം ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട റിക്വയർമെൻ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് ഇവർക്ക് ആക്സസിബിളോ ആയിരിക്കില്ല, അഫോർഡബിൾ ആയിരിക്കില്ല. ഈ ഒരു ഗ്യാപ്പാണ് ശരിക്കും ഇത്രയും വലിയൊരു ക്യാപിറ്റൽ ഫ്ലോ നമ്മുടെ നാട്ടിലുണ്ടായിട്ടും. ക്യാപിറ്റൽ ഫ്ലോനെ കുറിച്ച് നമ്മളിപ്പോൾ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും, NRIs മണി ആണെന്നുണ്ടെങ്കിലും, ഈവൻ ഇവിടെ നമ്മൾ റിട്ടയർഡ് എംപ്ലോയീസിൻ്റെ ആണെന്നുണ്ടെങ്കിലും, അങ്ങനെ ഒരുപാട് ബാങ്കിൽ തന്നെ ഡെഡ് മണി ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ളൊരു സംഭവം ഇവിടെ ലാക്ക് എഴുതി വരുന്നതിൻ്റെ ഫസ്റ്റ് റീസൺ നമ്മൾ കാണുന്നത് ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാൾ എന്തിനാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഡിസ്കഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് അവരൊരു ഡൈവേഴ്സിഫൈഡ് ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം, അതൊരു പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഒരു ബിസിനസ് ഓണർ ആയിക്കോട്ടെ, ഈവൻ ഒരു NRI ആയിക്കോട്ടെ, അവർക്ക് ചിലപ്പോൾ നാട്ടിലൊരു ഇൻകം കിട്ടുന്ന ആഗ്രഹിക്കുന്ന ആളായിരിക്കാം. അതല്ലെങ്കിൽ ബിസിനസ് ഓണർ ആണെങ്കിൽ അവരുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൽ നിന്ന് മാറി ഒരു അനദർ സോഴ്സ് ഓഫ് ഇൻകം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അതിൽ പർപ്പസ് ഒരു എലമെൻ്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ, ഒരു ഇൻകം സോഴ്സ് നോക്കിയിട്ടാണോ, അല്ലെങ്കിൽ വെൽത്ത് ജനറേഷൻ നോക്കിയിട്ടാണോ, ഇതെന്തിന് ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള ഒരു ക്ലാരിറ്റി ആദ്യം കൊടുക്കണം. എവിടെയൊക്കെ ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, എങ്ങനെയൊക്കെ ഇവർ ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ ലാക്ക്
ചെയ്യുന്നുണ്ട്. സോ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ 3 കാര്യങ്ങൾ മെയിനായിട്ട് വരുന്നത്. ഒന്ന് റിസ്ക്, റിട്ടേൺസ്, റെസ്പോൺസിബിലിറ്റി. ഈ 3 കാര്യങ്ങളാണ്. അതിൽ റിസ്ക് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ ഏറ്റവും നോക്കും. നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓഫ് കോഴ്സ് ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിൽ ആ റിസ്കിനെ കുറിച്ച് അവെയർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യെങ്കിലും ചെയ്യും. ആൻഡ് റിട്ടേൺസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ റിട്ടേൺസ് ഓഫർ ചെയ്തിട്ടുണ്ടാവും, ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആര് ഓൺ ചെയ്യുന്നു? ഹു ഓൺസ് ദ റെസ്പോൺസിബിലിറ്റി? ലൈക്ക് ഈ റിസ്ക്കും റിട്ടേൺസും ഈ പറഞ്ഞ രീതിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡെലിവറി ചെയ്യും എന്നുള്ളതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഇതിൻ്റെ റിസ്ക് ഇൻവെസ്റ്ററിനാണോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്ന ആൾക്കാണോ, അല്ലെങ്കിൽ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാണോ? റിട്ടേൺസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഈ റെസ്പോൺസിബിലിറ്റി പല സ്ഥലങ്ങളിലും ലാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഈ റെസ്പോൺസിബിലിറ്റി ലൈക്ക് ഹോൾഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ റിസ്ക് റിട്ടേൺസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഓൺ ചെയ്യുന്ന സിസ്റ്റംസ് ആണ് ശരിക്കും ഇവിടെ ലാക്ക് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് ആണ് ഇവിടെ ലാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അവിടെ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. അത് ജസ്റ്റ് ഒരു പേരുകൊണ്ട് പറയുന്ന ട്രസ്റ്റോ കോൺഫിഡൻസ് എന്നതിലപ്പുറത്തോട്ട് ആ ഒരു സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ അലോക്കേഷൻസ്, എങ്ങനെയാണ് ഇതിൻ്റെ റവന്യൂ മോഡൽസ്, ഇതിനെ ഇവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവയർനെസ് കൊടുത്തിട്ട് അതിലോട്ട് എത്തിക്കാൻ പറ്റുന്നതിനെ തീർച്ചയായിട്ടും അവിടെ ലാക്ക് ചെയ്യുന്നുണ്ട്. അതൊരു സൊല്യൂഷൻ എന്നോണം. യെസ്, അതിൻ്റെ ഒരു റീസൺ, അതിലൊരു നമ്മൾ കാണുന്നൊരു വലിയ റീസണാണ്. ഇപ്പോൾ അതുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുന്നതാണ്. NRI ക്യാപിറ്റലിൻ്റെ കണക്കുകൾ എടുത്ത് നോക്കും. ഏറ്റവും റീസെൻ്റ് ആയിട്ട് 3 ലക്ഷം കോടി കടന്നിട്ടുണ്ട് NRI ക്യാപിറ്റലിൻ്റെ ഒരു എമൗണ്ട്. കേരളത്തിൽ വന്നിട്ടുള്ള എമൗണ്ട് ആണ്. കേരളത്തിലോട്ട് വന്നതിനൊരു റീസൺ ഉണ്ട്. നേരത്തെ നമ്മൾ സംസാരിച്ച് വന്ന പോസിറ്റീവ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു റീസൺ ഉണ്ട്. അതുപോലെ തന്നെ റെമിറ്റൻസിൽ, ഫോറിൻ എക്സ്ചേഞ്ചിൽ നമ്മുടെ റുപ്പീസിൻ്റെ വാല്യൂ ഡിഫറൻസസും കാര്യങ്ങളൊക്കെ അതിന് ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ യൂട്ടിലൈസ് ചെയ്യപ്പെടാതെ ഒരു 3 ലക്ഷം കോടി രൂപ നമ്മളുടെ നാട്ടിലെ അക്കൗണ്ടുകളിൽ NRI ക്യാഷ് ബാലൻസിൽ വെറുതെ ചുമ്മാ കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പണം അവിടെ കിടന്ന് ഉറങ്ങുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ അകത്ത് NRIസിൻ്റെ കേസിൽ നമ്മൾ എന്താണ് ഒരു ഇഷ്യൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പഠിച്ച സമയത്ത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഈ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഇതിൽ ഹൈ ടിക്കറ്റ് സൈസിലുള്ള ക്യാപിറ്റൽ ഫ്ലോസ് എല്ലാം അധികം. അപ്പോൾ അവർക്ക് ലാൻഡിലോട്ടുള്ള ഡയറക്റ്റ് എൻട്രി ചിലപ്പം പോസിബിൾ ആയിക്കോണമെന്നില്ല. ഗോൾഡിൻ്റെ ഒരു കൺഫ്യൂഷൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്താണെന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവർക്ക് അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ ഒരുപാട് ഫാക്ടേഴ്സ് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ പൊതുവേ സ്കാംസ് അല്ലെങ്കിൽ ഫ്രോഡ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫിയർ ഫാക്ടർ ഇപ്പോൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് പേടിയുണ്ട്. ആ പേടി മാറണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള കോൺഫിഡൻസും ട്രസ്റ്റും പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതിന് ഈ പാറ്റേൺ നമുക്ക് ബ്രേക്ക് ചെയ്യണം. ഇവിടെ നടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമുകളുടെയും ഇവിടെ നടക്കുന്ന ഫ്രോഡുകളുടെയും ഒക്കെ പാറ്റേൺസ് ബ്രേക്ക് ചെയ്യാൻ പറ്റണം. സോ നമ്മളിതിനെക്കുറിച്ച് പഠിച്ച സമയത്ത് ഈ ഒരു എമൗണ്ട് ഓഫ് മണി അതിൽ 2 ലക്ഷത്തി സംതിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ 16,000 കോടിയോളാണ് എക്സസ് വന്നിട്ടുള്ളത്. എക്സസ് ഇൻ ദ സെൻസ് ഡെപ്പോസിറ്റ്സ് ആൻഡ് വിഡ്രോവൽസ് ഒക്കെ കഴിഞ്ഞ് എക്സസ് വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും ക്യാപിറ്റൽ നമുക്ക് ഇവിടെ വന്നിട്ടും കേരളത്തിൽ നമുക്ക് നമ്മളുടെ പ്രൊജക്ട്സിൽ ഡൈലൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നമ്മളതിനൊരു ഗവേണൻസ് സിസ്റ്റം കൊണ്ടുവരുന്നേ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ അവിടെ അവരുടെ ഫിയർ ഫാക്ടേഴ്സ് നമ്മൾ സർവേ നടത്തിയതാണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റേഴ്സുമായിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിലൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു യൂട്ടിലൈസേഷനിലോട്ട് കൊണ്ടുവരാത്തത്? അപ്പോൾ അവർക്ക് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ലാക്ക് ഓഫ് പ്രോപ്പർ നോളജ് ഉണ്ട്. അവർക്ക് ഈ ഇൻഡസ്ട്രീനെ കുറിച്ച് അറിയാത്ത പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ പ്ലാനിനെ കുറിച്ച് അവർക്ക് അറിയാത്ത പ്രശ്നം ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബേസ് നോളജ് പോലും ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇനി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും അവർക്ക് പ്രോപ്പറായിട്ടുള്ള റിപ്പോർട്ടിംഗ് കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മുന്നേ ഏതെങ്കിലും സ്കാമുകളിൽ പെട്ടിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമ്മളിതിൽ കാണുന്നുണ്ട്. സോ ഈ പറയുന്ന പ്രോബ്ലംസിനെല്ലാം നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഡ്രൈവ്, പ്രോപ്പറായിട്ടുള്ള ഒരു ക്യാമ്പയിൻ, പ്രോപ്പറായിട്ടുള്ള ഒരു അവയർനെസ്, ഇവർക്കൊരു കോൺഫിഡൻസും ട്രസ്റ്റും ബിൽഡ് ചെയ്യുന്നതിലോട്ട് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും, ഇതിനെക്കുറിച്ചാണ് നമ്മളും ഈ പറയുന്ന പോലെ തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കറൻ്റ്ലി വർക്കിംഗ് ഓൺ ദാറ്റ് എന്ന് പറയാം അല്ലേ. നമ്മൾ ഇതുപോലെ ഇൻവെസ്റ്റേഴ്സിനെ ഈ കാര്യങ്ങളിലൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? അവർക്ക് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ശരിക്കും നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചറിൻ്റെ ഭാഗമാണ്. കാരണം ഇപ്പം മൈസെൽഫ് റാക്കിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന സമയത്ത് നമ്മളുടെ 2 ബെനിഫിഷ്യറീസ് ആണ് ഇൻവെസ്റ്റേഴ്സും ഓൺടർപ്രണേഴ്സും ആണ്. സോ ഇൻവെസ്റ്റേഴ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ നമ്മൾ അവരായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ എംപവർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മളിപ്പോൾ ഈ ഒരു വേദിയിൽ ഇരിക്കുന്നതും ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതും ഇതെല്ലാം നമ്മൾ ബിസിനസ് ഓണേഴ്സിനെ, അതുപോലെ തന്നെ ഓൺടർപ്രണേഴ്സിനെയൊക്കെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ റിയൽ പ്ലാറ്റ്ഫോംസ് കൊണ്ടുവന്നിട്ട് ഇത്തരത്തിൽ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഇനിഷ്യേറ്റീവ്സ് ഉണ്ട് എന്നുള്ളത് ശരിക്കും അവിടെ ലാക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ NRIs ആയിട്ടുള്ള റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരിലോട്ടൊന്നും നമുക്കിത് മീഡിയാസിലോട്ട് ഫ്രണ്ട് ആൻഡ് മീഡിയാസ് എത്തുന്നില്ല എന്നുള്ളതാണ്.
സോ നമ്മളതിലൊരു ക്യാമ്പയിൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തു വെരി റീസെൻ്റ്ലി. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ നമ്മൾ ഡ്രഗ് ഫ്രീ സൊസൈറ്റി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കാം ഫ്രീ സൊസൈറ്റി എന്ന് പറയുന്നത്. സോ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അവയർനെസ് റൺ എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രോഗ്രാം ഒരു ക്യാമ്പയിനായിട്ട് റൺ ചെയ്ത് നമ്മൾ റൂറൽ ഏരിയാസിലൊക്കെ അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്സും അവയർനെസ്സും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലുള്ള ക്ലബ്ബുകൾ അതുപോലെ തന്നെ നമ്മുടെ കുടുംബ സംഗമങ്ങളിൽ വരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. കാരണം എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ആൻഡ് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ നിങ്ങൾ സ്ക്രൂട്ടിൻ ചെയ്യണം, അതിൽ എന്തൊക്കെയാണ് റെഡ് ഫ്ലാഗ്സ് ഫൈൻഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് Q&As ഉള്ളത്, സോ അതിലെങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്താലും അതിനെ മോണിറ്റർ ചെയ്യേണ്ടത്, ട്രാക്ക് ചെയ്യേണ്ടത്, ഈ ഒരു ബേസ് നോളജ് ആൾക്കാർക്ക് കൊടുത്ത് ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആൻഡ് ഇത്തരത്തിലുള്ള സിസ്റ്റംസ്, ഇത്തരത്തിലുള്ള ഇൻറ്റഗ്രേഷൻസ് ഇപ്പോൾ റാക്ക് ഒരു സൈഡിൽ അതിനുള്ള പ്രോസസ്സുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലത്തെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് ഇവിടെ വരണം. ആ റെസ്പോൺസിബിലിറ്റി ഓൺ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസുകൾ ഇവിടെ വരണം എന്നുള്ളതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. സോ നമ്മളതൊരു ഇനിഷ്യേറ്റീവായിട്ട് കൊണ്ടുപോകുന്നതും ഈ പറയുന്ന പോലെ തന്നെ ക്യാമ്പയിനായിട്ട് റൺ ചെയ്യുന്നതും സോഷ്യൽ ഇനിഷ്യേറ്റീവ് മുന്നോട്ട് വെക്കുന്നതും ഈ ബിസിനസ്സുകളും ഓണ്ടർപ്രണേഴ്സും ഒക്കെ വളർന്നു വരുമ്പോൾ അവർ തുടക്കത്തിൽ മാത്രം ഇവിടെ അടിപൊളിയായിട്ട് ഗ്രോ ചെയ്ത് വരുന്നു. പിന്നെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇവിടുന്ന് പിവോട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്നതിൻ്റെ ഫസ്റ്റ് റീസൺ ഈ പറയുന്ന പോലെ ലാക്ക് ഓഫ് ക്യാപിറ്റൽ ആവുന്നു. അതിന് ഈ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റംസ് ഇവിടെ വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെയും ഇതിലൊരു. ഓക്കെ ഓക്കെ, അത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു വിഷൻ ഒരു മിഷനായിട്ട് തന്നെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് റാക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. എനിവേ ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് ഈ ഇത്രയും നല്ലൊരു സെഷൻ കൈകാര്യം ചെയ്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ ഒരുപാട് സന്തോഷം.